KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ നികുതി ഒഴിവാക്കി 140 രൂപ കുറയും. കള്ളുകച്ചവടം നിരോധിക്കണം ഹൈക്കോടതി. മദ്യരഹിത കേരളത്തിനായി ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള വിമാനക്കൂലി കുറയ്ക്കാൻ ശുപാർശ. SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവന് ഇന്ന് തുടക്കം. കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവന് നാളെ തുടക്കമാകും. മർക്കസ് 35ാം വാർഷികം. സംസ്ഥാനത്ത് ജില്ലാ പ്രചാരണ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഹാജിമാർക്കുള്ള സേവനത്തിന് 1000 ഹജ്ജ് വളണ്ടിയർമാരുമായി RSC. വാർത്തകൾ വിശദമായി. സബ്സിഡി ഇല്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ നികുതി പൂർണ്ണമായി ഒഴിവാക്കി. കസ്റ്റംസ് തീരുവയും കേന്ദ്ര വാറ്റുമാണ് പൂർണ്ണമായി ഒഴിവാക്കിയത്. ഇതോടെ പൊതുവിപണിയിൽ ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ വില 140 രൂപ വരെ കുറയും. പുതിയ നിരക്കനുസരിച്ച് സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 650 രൂപയായിരിക്കും വില. സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന സിലിണ്ടറുകളുടെ എണ്ണം 6 കുറച്ച സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ സഹായിക്കാനാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചാരായം പോലെ കള്ളും നിരോധിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കള്ളുവിൽപ്പന അവസാനിപ്പിക്കുന്ന കാര്യം സർക്കാർ ഗൌരവപൂർവ്വം പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കണമെന്നും ജസ്റ്റിസുമാരായ CN രാമചന്ദ്രൻ നായരും BP റേയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതേക്കുറിച്ച് പഠനം നടത്തി നയപരമായ തീരുമാനം കൈക്കൊള്ളണം. കോടതിയുടേത് നിരീക്ഷണങ്ങൾ മാത്രമാണെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു. നിലവിൽ കള്ളു വ്യവസായം ചിലരുടെ കുത്തകയാണ്. പുതിയ തലമുറ കള്ളുകച്ചവടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പല ഷാപ്പുകളിലും വ്യാജ കള്ളാണ് വിൽക്കുന്നത്. അബ്കാരി കേസുണ്ടെന്ന കാരണത്താൽ 7 ഷാപ്പുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തത് ചോദ്യം ചെയ്ത് കരാറുകാരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിരീക്ഷണം. നേരത്തെ ഹർജി പരിഗണിച്ച കോടതി സംസ്ഥാനത്തെ കള്ളുചുത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓണക്കാലത്ത് ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലൂടെ കേരളം കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യം. കൂടുതൽ മദ്യം വിറ്റടിച്ചത് ഇത്തവണയും ചാലക്കുടിയിലാണ്, 61 ലക്ഷം. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിലും 5 ലക്ഷം രൂപയുടെ മദ്യം. ഉത്രാട ദിവസമാണ് ഏറ്റവും കൂടുതൽ വിറ്റടിച്ചത്. അന്ന് മാത്രം 48.28 കോടിയുടെ മദ്യം വിറ്റു. തിരുവോണനാളിൽ 25.71 കോടിയുടെയും അവിട്ടം നാളിൽ 32.16 കോടിയുടെയും മദ്യം വിറ്റതായാണ് കണക്ക്. ബീവറേജസ് കോർപ്പറേഷൻ മുഖേന വിറ്റഴിച്ച മദ്യത്തിന്റെ മാത്രം കണക്കാണിത്. മദ്യം ബഹിഷ്കരിക്കാൻ ഡിവൈഎഫ്ഐ ആഹ്വാനം. മദ്യരഹിത കേരളം സൃഷ്ടിക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി ലഹരി വിളമ്പുന്ന കല്യാണ മരണാനന്തര ചടങ്ങുകൾ യുവസഖാക്കൾ ബഹിഷ്കരിക്കും. CPMന്റെ മറ്റു പോഷക സംഘടനകളും യുവജന മുന്നേറ്റത്തിന് പിന്നാലെ അണിചേരും. മദ്യപാനം ഫാഷനാകുന്ന മലയാളി സമൂഹത്തിനു മുന്നിൽ തെറ്റുതിരുത്തലുമായാണ് ഡിവൈഎഫ്ഐ എത്തുന്നത്. പൊതു മദ്യപാന സദസ്സിൽ പാർട്ടി സഖാക്കൾ കൂടി പെരുകുന്നതും പ്രചാരണ പരിപാടിയുടെ ആസൂത്രണത്തിന് പിന്നിലുണ്ട്. കൌമാരക്കാരുടെ മദ്യപാനത്തെ ചെറുക്കാൻ SFIയെ അണിചേർക്കുന്നു. ഒപ്പം തിരുത്തൽ നടപടി കുടുംബത്തിനകത്തുനിന്നും നടക്കേണ്ടതിന് ജനാധിപത്യ മഹിളാ അസോസിയേഷനും പ്രചാരണ പരിപാടിയുടെ ഭാഗമാണ്. വിവാഹം, മരണാനന്തര ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ ജനപ്രതിനിധികളും മന്ത്രിമാരും പൌരപ്രമുഖരും സഖാക്കളും ചടങ്ങുകൾ ബഹിഷ്കരിക്കാനാണ് പ്രചാരണ പരിപാടിയുടെ ഒന്നാമത്തെ നിർദ്ദേശം.
ശക്തിക്കെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവാഹം, മരണാനന്തര ചടങ്ങുകൾ ഇതെല്ലാം മദ്യം കൊണ്ട് കൊഴുക്കുക കേരളത്തിൽ. ഇത്തരം ചടങ്ങുകളിൽ മദ്യസൽക്കാരം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാൻ ജനപ്രതിനിധികളും പൗരപ്രമുഖരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തയ്യാറാവണമെന്നുള്ള. ഒക്ടോബർ 2-നാണ് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി വില്ലേജ് തല ജാഗ്രതാ സമിതികൾക്ക് രൂപം നൽകും. നവംബർ 11-ന് സംസ്ഥാനത്ത് 1.25 ലക്ഷത്തോളം കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. മദ്യാസക്തികരെ പാർട്ടി കമ്മിറ്റി തലത്തിൽ നേരത്തെ നടത്തിയ തെറ്റുതിരുത്തലിൽ നിന്നുള്ള പാഠമാണ് വിശാലമായ രീതിയിലുള്ള പുതിയ പ്രചാരണത്തിന് വഴിവെച്ചത്. തീവണ്ടി തട്ടി കോളേജ് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് വടകര ചോറോട് മലോൽമുക്ക് പറമ്പത്ത് സിറാജാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. റെയിൽ പാളത്തിലൂടെ നടക്കുമ്പോഴായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്നയാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ വടകരയിൽ ഒന്തം ഓവർബ്രിഡ്ജിനു സമീപമാണ് സംഭവം. പ്രവാചകൻ എന്ന് ഉൾക്കൊള്ളുന്ന 1 ഡസൻ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ബ്ലോക്ക് ചെയ്യാനാവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ കേന്ദ്ര വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ സൈബർ നിയമ വിഭാഗത്തിന് കത്തെഴുതി. ഇതേ ആവശ്യമുന്നയിച്ച് ആഭ്യന്തര മന്ത്രാലയവും കത്തെഴുതിയിട്ടുണ്ട്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമാ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനെതിരെ കാശ്മീരിലടക്കം നിരവധി സ്ഥലങ്ങളിൽ വൻ ജനരോഷമുയർന്നിരുന്നു. അതേസമയം കാശ്മീരിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയിൽ IT മന്ത്രാലയം നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. 2 ദിവസമായി കാശ്മീരിൽ പ്രതിഷേധങ്ങൾക്ക് കുറവുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം വിവാദ ദൃശ്യങ്ങളെ അപലപിച്ചിരുന്നു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ച ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമയിൽ അഭിനയിച്ച നടി സിൻഡി ലീ ഗാർസിയ ചിത്രത്തിന്റെ സംവിധായകനും യൂട്യൂബിനുമെതിരെ കോടതിയെ സമീപിച്ചു. ലോസ് ഏഞ്ചൽസ് കോടതിയിലാണ് നടി സംവിധായകനെതിരെ കേസ് ഫയൽ ചെയ്തത്. ചിത്രത്തിൽ പ്രവാചകരെയും ഇസ്ലാം മതത്തെയും അവഹേളിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ ഉണ്ടെന്ന് തന്നോട് മറച്ചുവെച്ചതിനെതിരെയാണ് കേസ് നൽകിയത്. സിനിമയുമായി സഹകരിച്ചത് തന്റെ പ്രശസ്തിക്ക് കളങ്കമേൽപ്പിച്ചതായും നടി ചൂണ്ടിക്കാട്ടി. തനിക്ക് നൽകിയ തിരക്കഥയിൽ പ്രവാചകനെതിരെയുള്ള രംഗങ്ങളൊന്നും ഇല്ലായിരുന്നെന്നും അത് തന്നിൽ നിന്നും മറച്ചുവെച്ചാണ് സിനിമ പൂർത്തീകരിച്ചതെന്നും സിൻഡി പറയുന്നു. പുരാതന ഈജിപ്തിലെ സാഹസികമായ ഒരു സ്ത്രീ കഥാപാത്രത്തെയായിരുന്നു ചിത്രത്തിൽ സിൻഡി അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യണമെന്നും വിവാദ രംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് സംവിധായകൻ നഷ്ടപരിഹാരം നൽകണമെന്നും നടി ആവശ്യപ്പെടുന്നു. ചിത്രം പുറത്തിറങ്ങിയ ശേഷം മാത്രമാണ് ഈ വിവരം താൻ അറിയുന്നതെന്നും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പോലും ഇത്തരമൊരു വിവാദം വരാൻ ഇടയുണ്ടെന്ന കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും നടി പറഞ്ഞു. സിനിമയുടെ ക്ലിപ്പിംഗുകൾ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം തനിക്ക് വധഭീഷണി ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വിലക്കാൻ യൂട്യൂബിനോട് നിർദ്ദേശിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു. സിനിമയ്ക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചുവരുന്നതിനിടെയാണ് നടിയുടെ ഈ നീക്കം. റഷ്യയിലെ കേന്ദ്രപ്രദേശമായ ഓംസ്കിൽ യൂട്യൂബിന് മണിക്കൂറുകൾ നീണ്ട നിരോധനം. റഷ്യയിലെ ഏറ്റവും വലിയ ടെലികോം സർവീസ് വിതരണക്കാരായ റോസ് ടെലികോം ആണ് നിരോധനം ഏർപ്പെടുത്തിയത്. അമേരിക്കയിൽ നിർമ്മിച്ച ഇസ്ലാം വിരുദ്ധ ചിത്രം വ്യാപക പ്രതിഷേധമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് നിരോധനം. ചിത്രം പ്രദർശിപ്പിക്കുന്ന യൂട്യൂബിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന പ്രാദേശിക അഭിഭാഷകരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് റോസ് ടെലികോമിന്റെ നടപടി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം നിരോധനം പിൻവലിച്ചതായി റോസ് ടെലികോം വക്താവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും യൂട്യൂബിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഹജ്ജ് വാർത്തകൾ. ഹാജിമാർക്ക് 22 കിലോ വീതം ഉൾക്കൊള്ളുന്ന 2 ബാഗുകളിലായി പരമാവധി 44 കിലോഗ്രാം വരെ തൂക്കമുള്ള ലാഗേജ് കൊണ്ടുപോകുന്നതിന് അനുമതിയുള്ളൂ. ഇതിനു പുറമെ പരമാവധി 10 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു ഹാൻഡ് ബാഗും കൊണ്ടുപോകാവുന്നതാണ്. വിശദാംശങ്ങൾ സാങ്കേതിക പഠന ക്ലാസുകളിൽ വിതരണം ചെയ്ത ഹജ്ജ് ഗൈഡിൽ നൽകിയിട്ടുണ്ട്. ബാഗല്ലാത്ത ചട്ടപ്പെട്ടിയോ ചാക്ക് സഞ്ചിയോ കൊണ്ടുപോകുന്നത് അനുവദിക്കുന്നതല്ലെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഹാജിമാരുടെ കവർ നമ്പർ, പേര്, വിലാസം, മൊബൈൽ നമ്പർ എന്നിവ ബാഗേജിൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഹജ്ജ് യാത്രയ്ക്ക് തന്നെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നു. മർക്കസ് ഹജ്ജ് സർവീസിന് കീഴിൽ ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർ മക്കയിലേക്ക് പുറപ്പെട്ടു. കരിപ്പൂർ എയർപോർട്ട് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രായപ്പ് യോഗം
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തി. സി മുഹമ്മദ് ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സംസാരിച്ചു. PTC മുഹമ്മദ് അലി മാസ്റ്റർ, MC കോയ മുസ്ലിയാർ, വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, അബൂബക്കർ സഖാഫി പന്നൂർ, ഉസ്മാൻ തലയാട് തുടങ്ങിയവർ സംബന്ധിച്ചു. എറണാകുളം ചേരാനല്ലൂർ ജാമിയ അശ്അരിയ ഇസ്ലാമിയയുടെ കീഴിൽ ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാരുടെ സംഘം ഇന്ന് രാത്രി 11:30 അശ്അരിയ ക്യാമ്പസിൽ നിന്ന് പുറപ്പെടും. സംഘത്തിന് അശ്അരിയ ഹജ്ജ് സെൽ ചീഫ് അമീർ VH അലി ദാരിമി നേതൃത്വം നൽകും. ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി ചിത്രീകരിച്ച സിനിമയുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ സർക്കാർ ഇന്റർനെറ്റ് താൽക്കാലികമായി റദ്ദാക്കി. വിവാദ സിനിമ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാനുള്ള മുൻകരുതലായാണ് നടപടിയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ രാത്രി മുതലാണ് ഇന്റർനെറ്റ് സർവീസുകൾ ലഭിക്കാതായത്. സിനിമ ലഭ്യമാകാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്റർനെറ്റ് ടെലികോം വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വിവാദ സിനിമയ്ക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ശ്രീനഗറിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾ നടത്തിയ പ്രതിഷേധം പിരിച്ചുവിടാനായി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സ്കൂളുകൾക്ക് സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി വൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം വാർത്തകൾ തുടരുന്നു. ഇന്നത്തെ സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 23,920 രൂപയായി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2,990 രൂപയായി. ഇന്നലെ സ്വർണത്തിന് പവന് 160 രൂപ കൂടി 24,000 രൂപയിലെത്തിയിരുന്നു. ഗ്രാമിന് 20 രൂപ കൂടി 3,000 രൂപയിലും എത്തിയിരുന്നു. കഴിഞ്ഞ 14-ന് റെക്കോർഡ് വിലയായ 24,160 രൂപയിലേക്ക് ഉയർന്ന സ്വർണം ഓഹരി സൂചിക ഉയർന്നതിനെ തുടർന്ന് 23,760 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. രൂപയുടെ മൂല്യം കൂടിയതും സ്വർണവില താഴാൻ കാരണമായി. ഗൾഫ് വാർത്തകൾ. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള വിമാനക്കൂലി കുറയ്ക്കണമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ ശുപാർശ. ഇന്ത്യൻ തീർത്ഥാടകർക്കായി സൗദി അറേബ്യയിൽ സ്ഥിരം താമസ സൌകര്യം ഏർപ്പെടുത്താൻ സർക്കാർ ഇടപെടണമെന്നും അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചു. ഈ ശുപാർശകൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കോടതി പറഞ്ഞു. ഹജ്ജ് നയം സംബന്ധിച്ച കേസിലാണ് സുപ്രീംകോടതി അമിക്കസ് ക്യൂറിയായി നിയോഗിച്ച അഡ്വക്കേറ്റ് ഇജാസ് മഖ്ബൂൽ സുപ്രധാന ശുപാർശകൾ നൽകിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകാൻ എയർ ഇന്ത്യക്കും സ്വകാര്യ വിമാന കമ്പനികൾക്കും സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കായി സൗദി അറേബ്യയിൽ സ്ഥിരം താമസ സൌകര്യം കണ്ടെത്താൻ സർക്കാർ നടപടിയെടുക്കണം. കുറഞ്ഞത് 10 വർഷത്തേക്കെങ്കിലും സ്ഥലം പാട്ടത്തിനെടുക്കുകയോ ഇതര മാർഗങ്ങൾ പരിഗണിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വിശദമായ ചോദ്യാവലിയും അമിക്കസ് ക്യൂറി സമർപ്പിച്ചു. ഇത് സുപ്രീംകോടതി രജിസ്റ്റർ വഴി ഹജ്ജ് കമ്മിറ്റികൾക്ക് അയച്ചുകൊടുക്കും. അടുത്ത വർഷം ഹജ്ജ് നയത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നും അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ഒക്ടോബർ 20-നകം സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസ് അഫ്താബ് ആലം, ജസ്റ്റിസ് രഞ്ജന, പ്രകാശ് ദേശായി എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാർക്കുള്ള സേവനത്തിന് 1000 വളണ്ടിയർമാരുമായി റിസാല സ്റ്റഡി സർക്കിൾ RC രംഗത്ത്. ശാസ്ത്രീയമായ വളണ്ടിയർ പരിശീലനം ലഭിച്ച വിവിധ ഭാഷയിൽ പ്രാവീണ്യമുള്ള RC ഉണർത്തു സമ്മേളന ക്യാമ്പയിനോടെ നിലവിൽ വന്ന സ്നേഹസംഘം പ്രവർത്തകരാണ് കർമ്മരംഗത്തുണ്ടാവുക. ഇന്ത്യൻ ഹജ്ജ് മിഷനുമായി സഹകരിച്ച്
ആദ്യ ഹജ്ജ് വിമാനം എത്തിയതു മുതൽ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ മക്കയിലും മദീനയിലും സേവന രംഗത്തുണ്ടാവും. മീന, അറഫ, മുസ്ദലിഫ, ജംറാത്ത് എന്നിവിടങ്ങളിലും വളണ്ടിയർമാരെ നിയമിക്കും. ഇതുമായി ബന്ധപ്പെട്ട് RSC നാഷണൽ കമ്മിറ്റി പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഹജ്ജ് കോൺസുൽ മുഹമ്മദ് നൂർ റഹ്മാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. RSC സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജ് വളണ്ടിയർ കോർ സമിതി ഭാരവാഹികളായി അബ്ദുൽ ജലീൽ മാളിയേക്കൽ മക്ക ചെയർമാനായും ഷെരീഫ് വെളിമുഖ് ജിദ്ദ കൺവീനറായും തിരഞ്ഞെടുത്തു. സൗദി അറേബ്യയിൽ നിരത്തുകളിലോടുന്ന പഴയ വാഹനങ്ങളുടെ പെർമിറ്റ് പുതുക്കുന്നത് നിർത്തിവെക്കാൻ നീക്കം. പെർമിറ്റ് പുതുക്കുന്നതിന് മുന്നോടിയായി പ്രത്യേക പരിശോധന ഏർപ്പെടുത്തി വാഹനങ്ങളുടെ ബോഡിയിലെ പരിക്ക് ഉൾപ്പെടെയുള്ള അവസ്ഥ ഉറപ്പുവരുത്താനാണ് സൗദി ട്രാഫിക് വിഭാഗം ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള MVPI പരിശോധനയ്ക്ക് പുറമെയാണ് പുതിയ പരിശോധന നിർബന്ധമാക്കുന്നത്. വാഹനത്തിന്റെ യന്ത്രസുരക്ഷ, പുക, ലൈറ്റ്, ബ്രേക്ക് തുടങ്ങിയവ പരിശോധന വിധേയമാക്കുന്ന MVPI സാധാരണഗതിയിൽ പുറംബോഡിയിലെ ചെറിയ കേടുപാടുകൾ പരിഗണിക്കാറില്ല. പരീക്ഷണാർത്ഥം 3 മാസത്തിനു ശേഷം നടപ്പാക്കി തുടങ്ങുന്ന പുതിയ നിബന്ധന കാരണമായി 10 ലക്ഷത്തിലധികം വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിനുള്ള അനുമതി നിഷേധിക്കപ്പെടുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. സൗദി നിരത്തുകളിലെ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും പഴയ വാഹനങ്ങളാണ് പലപ്പോഴും കാരണമാവുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ വ്യക്തമായി. സംഘടനാ വാർത്തകൾ. 2013 ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് 35ാം വാർഷിക 16ാം സന്നദ്ധദാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പ്രചാരണ ഉദ്ഘാടന സമ്മേളനങ്ങൾ കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് തുടക്കം കുറിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, സംവാദങ്ങൾ, ആശയ പ്രചാരണ ക്യാമ്പുകൾ, ഉലമ ഉമറ സംഗമങ്ങൾ, ഇന്റലക്ച്വൽ മീറ്റ്, അലുമിനി മീറ്റ്, റിലീഫ്, സൗജന്യ രോഗനിർണയ ക്യാമ്പുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രചാരണ പരിപാടികളാണ് വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചത്. പരിപാടികളിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഈ മാസം 29, ഒക്ടോബർ 7 തീയതികളിൽ നീലഗിരി, വയനാട് ജില്ലാ പ്രചാരണങ്ങൾക്കും തുടക്കമാകും. മത, സാമൂഹിക, സംസ്കാര രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിക്കുന്ന മടവൂർ CM സെന്റർ ആക്രമത്തിലും പ്രവാചകനെ അവഹേളിക്കുന്ന സിനിമാ പ്രദർശനത്തിലും കുറ്റിക്കാട്ടൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ പ്രതിഷേധിച്ചു. വാർഷിക ജനറൽ ബോഡി അബ്ദുസലാം ബാക്കവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M. മൂസ ബാക്കവി അധ്യക്ഷത വഹിച്ചു. ബഷീർ മുസ്ലിയാർ ചെറുപ്പ, അബ്ദുൽ കരീം മാസ്റ്റർ, യൂസുഫ് അലി സാദി, ബഷീർ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോഴിക്കോട് കുറ്റിച്ചിറ ജിഫ്രി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷേഖ് ജിഫിരി തങ്ങളുടെ 211ാം ഉറൂസ് മുബാറക്ക് ഈ മാസം 24 രാത്രി 8 മണിക്ക് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരുടെ മതപ്രഭാഷണത്തോടെ തുടക്കമാകും. 25 SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. 26 വൈകിട്ട് 7 മണിക്ക് ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസ് ഉൾപ്പെടെയുള്ള ആത്മീയ സദസ്സിന് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. കൊടിഞ്ഞി മർക്കസുൽ ഹുദ കമ്മിറ്റിയും SYS SSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന KKM സൈദി പാലക്കാടിന്റെ ദശദിന പ്രഭാഷണം ഇന്ന് പയ്യോളി അൽഹുദ നഗറിൽ ആരംഭിക്കും. 10 ദിവസങ്ങളിലായി വൈകുന്നേരം 7 മുതൽ 9 വരെ നടക്കുന്ന പരിപാടിയിൽ യഥാർത്ഥ മുസ്ലിം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടക്കും. പാലത്തിങ്ങൽ ടൗൺ മസ്ജിദുൽ ഫലാഹിൽ ഖുതുബിയത്ത് ഉദ്ഘാടനവും ബദ്ർ മൗലിദും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കും. സയ്യിദ് PKS തങ്ങൾ തലപ്പാറ നേതൃത്വം നൽകും. AP ജമാലുദ്ദീൻ ബാക്കവി മുന്നിയൂർ, മുസ്തഫ സഖാഫി ചാലിയം തുടങ്ങിയവർ സംബന്ധിക്കും. മടവൂരിലെ CM സെന്ററിനു നേരെ സാമൂഹിക വിരുദ്ധർ നടത്തിയ ആക്രമണത്തെ സലാല CM സെന്റർ കമ്മിറ്റി ശക്തമായി അപലപിച്ചു. പരിപാടിയിൽ അബ്ദുൽ കരീം സഖാഫി, സുലൈമാൻ സാരി, ഉമർ അലി മിസ്ബാഹി, അബ്ദുറഷീദ് പുന്നോൽ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. SSF സാഹിത്യോത്സവ് വാർത്തകൾ. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF 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 സിന്ദാബാദ്. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF 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 സിന്ദാബാദ്.
SSF 19ാമത് കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവത്തിന് നാളെ തുടക്കമാകും. എളേറ്റിൽ മർക്കസ് വാലിയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 10 ഡിവിഷനുകളിൽ നിന്ന് 1000ഓളം പ്രതിഭകൾ മാറ്റൊരുക്കും. ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ വിവിധ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയവരാണ് ജില്ലയിൽ മത്സരിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി, ജനറൽ, ക്യാമ്പസ് വിഭാഗങ്ങളിൽ 78 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 6 വേദികളാണ് മത്സരത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. 2:30 പ്രധാന വേദിയിൽ ആദ്യ മത്സരം ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് കേന്ദ്ര സഹമന്ത്രി കെ സി വേണുഗോപാൽ ജില്ലാ സാഹിത്യോത്സവ ഉദ്ഘാടനം ചെയ്യും. സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിക്കും. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അബ്ദുൽ കലാം സാഹിത്യോത്സവ സന്ദേശ പ്രഭാഷണം നടത്തും. കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കട്ടിപ്പാറ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അവാർഡ് ദാനം നിർവഹിക്കും. DCC പ്രസിഡന്റ് KC അബു, എബല റാം, NK സുരേഷ്, NC ഹുസൈൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും. 23 വൈകിട്ട് 5 മണിക്ക് പരിപാടി സമാപിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി ജേതാക്കൾക്ക് ട്രോഫി നൽകും. ജലീൽ സഖാഫി കടലുണ്ടി അനുമോദന പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുസബൂർ, ബാഹസൻ അവേലം, മജീദ് അരിയല്ലൂർ, അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി, PV അഹമ്മദ് കബീർ തുടങ്ങിയവർ സംസാരിക്കും. ജില്ലാ സാഹിത്യോത്സവിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട്ട് മാപ്പിളപ്പാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. എളേറ്റിൽ വട്ടോളിയിൽ സാംസ്കാരിക കൂട്ടായ്മ നടക്കും. കോഴിക്കോട് മാനേജർ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച മാപ്പിളപ്പാട്ടിന്റെ ദൌത്യവും സംസ്കാരവും എന്ന സെമിനാർ കെ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. കെ അബൂബക്കർ വിഷയം അവതരിപ്പിച്ചു. ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്, ഫൈസൽ എളേറ്റിൽ, ബാപ്പു വെള്ളിപ്പറമ്പ്, OM തരുവണ, TP അബ്ദുള്ള സംബന്ധിച്ചു. എളേറ്റിൽ വട്ടോളിയിൽ വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക കൂട്ടായ്മ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PT കുഞ്ഞായിൻ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ P എറക്കൽ, ആദം എളേറ്റിൽ, ഫൈസൽ മാസ്റ്റർ, ഡോക്ടർ മുജീബുർ റഹ്മാൻ, സലാം വട്ടോളി തുടങ്ങിയവർ സംസാരിക്കും. മലപ്പുറത്തിന് ഇനി കലാവസന്തത്തിന്റെ 3 രാപ്പകലുകൾ. SSF 19ാമത് മലപ്പുറം ജില്ലാ സാഹിത്യോത്സവന് ഇന്ന് തനാളൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 1200 പ്രതിഭകൾ മാറ്റൊരുക്കും. ജില്ലയിലെ യൂണിറ്റ്, സെക്ടർ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ പ്രതിഭകൾ 13 ഡിവിഷനുകളിൽ നടന്ന ഡിവിഷൻ സാഹിത്യോത്സവിലെ 1ാം സ്ഥാനക്കാരാണ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി, ക്യാമ്പസ്, ജനറൽ വിഭാഗങ്ങളിലായി 70 മത്സര ഇനങ്ങളാണുള്ളത്. 3 ദിനങ്ങളിൽ 9 വേദികളിലായിട്ടാണ് മത്സര പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. മത്സരാർത്ഥികൾക്കായി താമസം, വിശ്രമം, ഭക്ഷണം തുടങ്ങിയവയ്ക്ക് വിശാലമായ സൌകര്യങ്ങളാണ് സ്വാഗത സംഘം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് 5 മണിയോടെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സാഹിത്യോത്സവന് തുടക്കമായത്. ദഫ്, സ്കൌട്ട് തുടങ്ങിയ വ്യത്യസ്തമായ കലാപരിപാടികൾ സുന്നി ബാലസംഘം പ്രവർത്തകർ ഘോഷയാത്രയിൽ അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുസമദ് മുട്ടന്നൂർ പതാക ഉയർത്തി. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ജൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി പ്രാർത്ഥന നിർവഹിക്കും. VT മുരളി മുഖ്യാതിഥിയായിരിക്കും. സയ്യിദ് അബ്ദുൽ ഖാദർ ഹൈദ്രൂസി, സയ്യിദ് അബ്ദുള്ള ഹബീബുർ റഹ്മാൻ ബുഖാരി, PM മുസ്തഫ മാസ്റ്റർ, PK ബാബ മുസ്ലിയർ, പകര മുഹമ്മദ് ഹസനി, M അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംബന്ധിക്കും. രാത്രി 8 മണിക്ക് സാഹിത്യം, സമരം, സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. IPB ഡയറക്ടർ M മുഹമ്മദ് സ്വാദിഖ് മോഡറേറ്ററായിരിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി വിഷയാവതരണം നടത്തും. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം ജിന്നിൽ കൊടുങ്ങിയ മുജാഹിദ് മതം എന്ന വിഷയത്തിൽ വഹാബികളുടെ പേടി സ്വപ്നം നൌഷാദ് അസ്സിനി ഒതുക്കുങ്ങൽ ഏറ്റവും പുതിയ ക്ലിപ്പുകളും വിശദീകരണങ്ങളുമായി ആലുവയിൽ നിന്നും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവന് ഇന്ന് തുടക്കം. കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവന് നാളെ തുടക്കമാകും. കള്ളുകച്ചവടം നിരോധിക്കണം ഹൈക്കോടതി. മദ്യരഹിത കേരളത്തിനായി DYFIയുടെ ആഹ്വാനം. പ്രവാചകനെന്ന അമേരിക്കൻ സിനിമാ സംവിധായകനെതിരെ നടി കോടതിയെ സമീപിച്ചു.
SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവന് ഇന്ന് തുടക്കം. കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവന് നാളെ തുടക്കമാകും. മർക്കസ് 35-ാം വാർഷികം. സംസ്ഥാനത്ത് ജില്ലാ പ്രചാരണ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള വിമാനക്കൂലി കുറയ്ക്കാൻ ശുപാർശ. ഹാജിമാർക്കുള്ള സേവനത്തിന് 1000 ഹജ്ജ് വളണ്ടിയർമാരുമായി RSC. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.